ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ രാജേശ്വരി വിനോദ്. ഇന്ന് നമ്മൾ മോർണിംഗ് ചലഞ്ച് അടുത്ത ക്ലാസ്സിലേക്ക് കടന്നു പോവുകയാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. എടാ മക്കളെ, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരും. അതിന് എത്ര സീരിയസ് ആയിട്ട് കാണണ്ട, റിപ്പീറ്റഡ് ആയിട്ട് റിവിഷൻ ആയിട്ട് പഠിച്ചാൽ മതി കേട്ടോ. അപ്പം പറയാം, അഭിനയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ബോധന രീതി ചോദിക്കുന്ന, കേട്ടിട്ട് എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അഭിനയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ബോധന രീതിയാണ് സിമുലേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് സിമുലേഷൻ? അഭിനയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ബോധന രീതിയാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അനുകരണ പഠന സിദ്ധാന്തം ആരുടെ? അനുകരണ പഠന സിദ്ധാന്തം, ഇമിറ്റേഷൻ ലേണിംഗ് അഥവാ അനുകരണ പഠന സിദ്ധാന്തം ആരുടേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അനുകരണ പഠന സിദ്ധാന്തം ആരുടേതാണ്? ആൽബർട്ട് ബന്ദൂര. ആൽബർട്ട് ബന്ദൂര. അനുകരണ പഠന സിദ്ധാന്തം ആൽബർട്ട് ബന്ദൂരയുടേതാണ് അനുകരണ പഠന സിദ്ധാന്തം എന്ന് പറയുന്നത്. അഭിനയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ബോധന രീതിയാണ് സിമുലേഷൻ. അനുകരണ പഠന സിദ്ധാന്തം ആരുടേതാണ്? ആൽബർട്ട് ബന്ദൂര. ഏറ്റവും പഴക്കം ചെന്ന മനഃശാസ്ത്ര പഠന രീതി, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചോദിക്കാം, മനഃശാസ്ത്ര, അവിടെ എഴുതി വെച്ചോ, മനഃശാസ്ത്ര പഠന രീതികളിൽ, മനഃശാസ്ത്ര പഠന രീതികളിൽ ഏറ്റവും ആദ്യത്തേത്. ഇങ്ങനെ രണ്ട് രീതി ചോദിക്കാം കേട്ടോ. ഏറ്റവും പഴക്കം ചെന്ന മനഃശാസ്ത്ര പഠന രീതി അല്ലെങ്കിൽ മനഃശാസ്ത്ര പഠന രീതികളിൽ ഏറ്റവും ആദ്യത്തേത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതെന്ന് പറയാം? ആത്മപരിശോധനാ രീതി. ആത്മപരിശോധനാ രീതി അഥവാ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. ആത്മപരിശോധനാ രീതി അഥവാ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. സർഗാത്മക ചിന്തയുടെ അടിസ്ഥാനം ഏതാണ്? സർഗാത്മക ചിന്ത എന്ന് വെച്ചാൽ ക്രിയേറ്റീവ് ആണ് അല്ലെ. ക്രിയേറ്റിവിറ്റി, നൂതനമായതോ പുതുമയുള്ളതോ ആയ ഏതെങ്കിലും ഒരു വസ്തുവിനെയോ ആശയത്തെയോ ഒക്കെ സൃഷ്ടിക്കാനോ കണ്ടെത്താനോ രചിക്കാനോ ഒക്കെയുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് സർഗാത്മകത എന്ന് പറയുന്നത് അല്ലെ. ഒരു വസ്തു കണ്ടുപിടിക്കാൻ, അല്ലെ പുതിയൊരു തിരക്കഥ എഴുതുന്നു, അല്ലെ ഒരു പോയം എഴുതുന്നു, അതൊക്കെ സർഗാത്മക സൃഷ്ടികളാണ്. അപ്പൊ സർഗാത്മക ചിന്തയുടെ അടിസ്ഥാനം എന്താണ്? ആഗമന ചിന്തനം. ആഗമന ചിന്തനം, അത് ഒരുപാട് ചിന്തയുണ്ട്. ആഗമന ചിന്ത, ആഗമന ചിന്തനം എന്ന് പറയാം. അതായത് നിരവധി ഉദാഹരണങ്ങളിൽ നിന്നാണ് ഒരു കാര്യത്തിലേക്ക് വരുന്നത്. ഇനി വേറൊരു ഉത്തരം വിവ്രജന ചിന്തനം, ഡൈവർജന്റ് തിങ്കിങ്ങും വരാം കേട്ടോ. ഡൈവർജന്റ്, അത് ഓപ്ഷനിൽ ഏതാണോ സ്യൂട്ടബിൾ ആയിട്ട് എഴുതുക. ആഗമന ചിന്തയും വിവ്രജന ചിന്തയുടെ വിവ്രജന ചിന്തയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, സർഗാത്മക ചിന്തയുടെ അടിസ്ഥാനം ആഗമന ചിന്തനം, വിവ്രജന ചിന്തനം അവിടെ എഴുതി വെച്ചോളൂ. സവിശേഷക മനഃശാസ്ത്രജ്ഞൻ ആര്? സവിശേഷക മനഃശാസ്ത്രജ്ഞൻ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വ്യക്തിത്വ സവിശേഷത സമീപനം ആവിഷ്കരിച്ചിരിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിന്റെ പേര് വ്യക്തിത്വ സവിശേഷത സമീപനം. ആരുടെയാ? GW ആൽപോർട്ട്. ആൽപോർട്ടാണ് സവിശേഷക മനഃശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന. ആരാണ്? ആൽപോർട്ടാണ് സവിശേഷക മനഃശാസ്ത്രജ്ഞൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആൽപോർട്ടാണ്, പഠിച്ചു വയ്ക്കുക. അപഗ്രഥന മനഃശാസ്ത്രം ആരുടെ? മാനസിക അപഗ്രഥനം ആരുടെ? അവിടെ എഴുതി വെച്ചേ, മാനസിക അപഗ്രഥനം. മാനസിക അപഗ്രഥനം ആരുടേതാണ്? സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെതാണ്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെതാണ് മാനസിക അപഗ്രഥനം എന്ന് പറയുന്നത്. എന്നാൽ അപഗ്രഥന മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ ഫ്രോയിഡിന്റെ ശിഷ്യനായിരുന്ന യുങ്ങിൻ്റെതാണ്. ഓക്കെ, യുങ്ങിൻ്റെതാണ് അപഗ്രഥന മനഃശാസ്ത്രം അഥവാ അനലറ്റിക്കൽ സൈക്കോളജി എന്നാണ് പറയുന്നത്. അപഗ്രഥന മനഃശാസ്ത്രത്തിന് പറയുന്നത് അനലറ്റിക്കൽ സൈക്കോളജി. അനലറ്റിക്കൽ സൈക്കോളജി എന്നാണ് അറിയപ്പെടുന്നത് അപഗ്രഥന മനഃശാസ്ത്രം. കാൾ യുങ്ങിൻ്റെതാണ്. മാനസിക അപഗ്രഥനം സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെതാണ്. അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ്? ഫ്രോബൽ ആണ് കേട്ടോ. അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ഫ്രോബൽ ആണ്. കളിരീതിയുടെ ഉപജ്ഞാതാവ് ഫ്രോബൽ ആണ്. കിൻഡർഗാർട്ടൻ രീതിയുടെ ഉപജ്ഞാതാവ് ഫ്രോബൽ ആണ്. അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ഫ്രോബൽ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാം ഉത്തരം ഫ്രോബൽ ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഫ്രോബൽ ആണ്. കളിരീതിയുടെ ഉപജ്ഞാതാവ് ഫ്രോബൽ ആണ്. പിന്നെ എന്താണ്? കിൻഡർഗാർട്ടൻ രീതി ഫ്രോബലിൻ്റെതാണ്. മോണ്ടിസോറി പഠന രീതിയുടെ സവിശേഷത. മരിയ മോണ്ടിസോറിയുടേതാണ്
മോണ്ടിസോറി അല്ലെ. അപ്പൊ മോണ്ടിസോറി പഠന രീതിയുടെ പ്രത്യേകത എന്താണ്? ഇന്ദ്രിയ പരിശീലനമാണ്. ഇന്ദ്രിയ പരിശീലനം. ഓക്കെ, ഇന്ദ്രിയ പരിശീലനം, സെൻസറി പ്രാക്ടീസ് അഥവാ ഇന്ദ്രിയ പരിശീലനം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഒന്നാമത്തെ, അഭിനയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ബോധന രീതിയാണ് സിമുലേഷൻ എന്നറിയപ്പെടുന്നത്. അനുകരണ പഠന സിദ്ധാന്തം ആരുടേതാണ്? ആൽബർട്ട് ബന്ദൂരയുടേതാണ് അനുകരണ പഠന സിദ്ധാന്തം. ഏറ്റവും പഴക്കം ചെന്ന മനഃശാസ്ത്ര പഠന രീതിയാണ്, അല്ലെ മനഃശാസ്ത്ര പഠന രീതികളിൽ ഏറ്റവും ആദ്യത്തേതാണ് ആത്മപരിശോധനാ രീതി. സർഗാത്മക ചിന്തയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ആഗമന ചിന്തയാണ്. സർഗാത്മക ചിന്തയുടെ അടിസ്ഥാനം ആഗമന ചിന്തനമാണെന്ന് കാണാം. അടുത്തതായിട്ട് സവിശേഷക മനഃശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് ആൽപോർട്ടാണ്. സവിശേഷക മനഃശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് ആൽപോർട്ടാണ്. അപഗ്രഥന മനഃശാസ്ത്രം ആരുടെ? യുങ്ങിൻ്റെതാണ്. മാനസിക അപഗ്രഥനം എന്നറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെതാണ്. പഠിച്ചു വെക്കണേ. ഇനി അടുത്തതാണ്, അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഫ്രോബലാണ്. മോണ്ടിസോറി പഠന രീതിയുടെ പ്രധാന പ്രത്യേകത ഇന്ദ്രിയ പരിശീലനമാണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സാധാരണ ശിശുക്കളിൽ നിന്നും പ്രസ്തവ്യമാംവിധം വേറിട്ട് നിൽക്കുന്ന ശിശുവിനെ പറയുന്ന പേരെന്ത്? സാധാരണ ശിശുക്കളിൽ നിന്നും പ്രസ്തവ്യമാംവിധം, അതായത് പ്രധാനമായിട്ട് മാറി നിൽക്കുന്ന ശിശുവാണ് അസാമാന്യ ശിശു, എക്സെപ്ഷണൽ ചിൽഡ്രൻ അഥവാ അസാമാന്യ ശിശു. സാധാരണ ശിശുക്കളിൽ നിന്നും പ്രസ്തവ്യമാംവിധം വേറിട്ട് നിൽക്കുന്നതാണ് പ്രതിഭാശാലികളായ കുട്ടികൾ, മാനസിക മാന്ദ്യമുള്ള കുട്ടികൾ, കുറ്റവാസനയുള്ള കുട്ടികൾ, ഇവരൊക്കെ ആ വിഭാഗത്തിൽ വരുന്നതാ. സാധാരണ ശിശുക്കളിൽ നിന്നും പ്രസ്തവ്യമാംവിധം വേറിട്ട് നിൽക്കുന്ന ശിശുവാണ് അസാമാന്യ ശിശു. ഡാൾട്ടൺ പദ്ധതിയുടെ ഉപജ്ഞാതാവ് മിസ് ഹെലൻ പാർക്ക് ഹഴ്സെറ്റ്. അമേരിക്കയിൽ രൂപം കൊണ്ട പദ്ധതിയാണ് മിസ്, ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ എക്സാം ആകുമ്പോഴത്തേനും. മിസ് ഹെലൻ പാർക്ക് ഹഴ്സെറ്റ് ആണ് ഡാൾട്ടൺ പദ്ധതിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. മിസ് ഹെലൻ പാർക്ക് ഹഴ്സെറ്റ് ആണ്. പഠിച്ചു വയ്ക്കുക. ഡാൾട്ടൺ പദ്ധതിയുടെ ഉപജ്ഞാതാവ് മിസ് ഹെലൻ പാർക്ക് ഹഴ്സെറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു കുട്ടി ആശയ പ്രകടന ശേഷി ആദ്യമായി പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒരു ശിശു ആശയ പ്രകടന ശേഷി ആദ്യമായി പ്രകടിപ്പിക്കുന്നത് കരയുന്നതിലൂടെ, കരച്ചിലിലൂടെ, കരയുന്നതിലൂടെയാണ്. കരയുന്നതിലൂടെ ഒരു കുട്ടി ആശയ പ്രകടന ശേഷി ആദ്യമായി പ്രകടിപ്പിക്കുന്നത് കരയുന്നതിലൂടെ. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആരുടേതാണ്? ഹൊവാർഡ് ഗാർട്ട്നറുടേതാണ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഹൊവാർഡ് ഗാർട്ട്നറുടേതാണ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അമേരിക്കൻ ജ്ഞാനനിർമ്മിതിവാദിയായ ഹൊവാർഡ് ഗാർട്ട്നർ ആരാണ്? മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അല്ലെങ്കിൽ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തിയാണ്. പഠിച്ചു വയ്ക്കുക. ഒന്നുകൂടെ ഏതാണ്? നോക്കാം. അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയം കൊണ്ടുവന്നത് ഫ്രോബലാണ്. മോണ്ടിസോറി പഠന രീതിയുടെ പ്രത്യേകത എന്താണ്? ഇന്ദ്രിയ പരിശീലനമാണ് എന്ന് കാണുക. സാധാരണ ശിശുക്കളിൽ നിന്നും പ്രസ്തവ്യമാംവിധം വേറിട്ട് നിൽക്കുന്ന ശിശുവാണ് അസാമാന്യ ശിശു. ഡാൾട്ടൺ പദ്ധതിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് മിസ് ഹെലൻ പാർക്ക് ഹഴ്സെറ്റ് ആണ്. ഒരു കുട്ടി ആശയ പ്രകടന ശേഷി ആദ്യമായി പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാ? കരയുന്നതിലൂടെയാണ്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഹൊവാർഡ് ഗാർട്ട്നർ ആണ്. മക്കളെ, ഇത് തീരുകയാണ് ഇവിടെ. പഠിച്ചു വയ്ക്കുക. നോട്ട് എഴുതി തന്നെ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ചെറിയ ചെറിയ ക്വസ്റ്റ്യനും ചില ക്ലാസ്സുകളിൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനും അങ്ങനെ നമുക്ക് ടോട്ടലി ഒന്ന് നോക്കാം. സെറ്റ് ആവും. പഠിച്ച് റെഗുലർ ആയിട്ട് പഠിച്ചു വരുമ്പോൾ എല്ലാം റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. അപ്പം നന്നായി പരിശ്രമിക്കുക. കൂടെ ഉണ്ട്. നന്നായി തന്നെ നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്.